Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യായിരുന്നെങ്കിൽ യു വുഡ് നോ ഞാൻ കേരള സെറ്റ് പേപ്പർ 1 വേണ്ടിയിട്ടുള്ള VIP ടോപ്പിക്സ് ഇട്ട് വരികയായിരുന്നു. സോ ദിസ് ഇസ് വീഡിയോ നമ്പർ 3. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ ഫിലോസഫി. ഇറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് ഈയിടെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. എസ്പെഷ്യലി ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും. We are going from ഒരു easy to moderate to difficult level of questioning. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ ചോദിച്ചിരുന്ന NEP 2020 ക്വസ്റ്റ്യൻസിൽ നിന്നും വ്യത്യസ്തമായി NEP 2020യുടെ കുറച്ച് ഡെപ്തിലുള്ള ചോദ്യങ്ങൾ കാണാനിടയായി. അപ്പം NEP ഇനി അങ്ങോട്ടുള്ള എക്സാംസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ NEP 2020 ഡോക്യുമെന്റിനെ ആധാരമാക്കിക്കൊണ്ട് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോ would be enough for your Kerala set preparation, but if you are interested in reading the original NEP 2020 document, that will be given in the description box. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക if you are interested in knowing what NEP 2020 is. So without further delay, let's go into this video. So to start with, നമുക്ക് NEP 2020യുടെ റിപ്പോർട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് ആൻഡ് പർട്ടിക്കുലർ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ കെ കസ്തൂരിരംഗനാണ്. അദ്ദേഹം ISROന്റെ ചെയർമാൻ ആയിരുന്നു, അതുപോലെ ഒരു ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റ് ആണ്. ഈ കമ്മിറ്റി May 31, 2019 ഇതിന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് NEP 2020 നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നത് July 29, 2020 സോ ഡേറ്റ്സ് ഒന്ന് ഓർത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഇന്ത്യയുടെ 21st സെഞ്ച്വറിയിലെ ആദ്യത്തെ പോളിസിയാണ് NEP 2020. നമ്മുടെ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് 2020 എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ, അതായത് എല്ലാ സെക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആയാലും സ്കൂൾ എഡ്യൂക്കേഷൻ ആയാലും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആയാലും എല്ലാത്തിനെ പറ്റിയും യൂണിവേഴ്സലി കവർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോളിസിയാണ് NEP 2020. അതിനോടൊപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കറിയാം, നമ്മൾ ബ്രിട്ടീഷുകാരായി കോളനീസ് ഉണ്ടാക്കി കൊളണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തില് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ബ്രിട്ടീഷാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം നിങ്ങൾ പോസ്റ്റ് പ്രീ ഇൻഡിപെൻഡൻസ് ക്രോണോളജി വായിക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് വഴി ഇവിടെയുള്ള ആൾക്കാരെ പഠിപ്പിച്ച് നന്നാക്കാം എന്നുള്ളതല്ല, പകരം അവരുടെ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലർക്സിനെ ഉണ്ടാക്കാൻ അവരുടേതായുള്ള എഡ്യൂക്കേഷൻ നമുക്ക് തരിക എന്നുള്ളതാണ്. ഇന്ത്യൻ മെൻ with Indian blood who will be thinking like British people, who will who will always be under British people എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക്, ഫോറിൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇന്ത്യൻസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമുക്കൊരു കോൺസ്റ്റന്റ് ഇത്രയും നാളത്തെ എഡ്യൂക്കേഷൻ പോളിസീസ് ആയാലും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയാലും നമ്മൾ എപ്പോഴും ഒരു കൊളോണിയൽ രീതിയിലാണ് ചിന്തിക്കുന്നത്. വി ഓൾവേസ് തിങ്ക് ദറ്റ് ഫോറിനേഴ്സ്, അതായത് സായിപ്പന്മാരുണ്ടാക്കുന്ന നോളജ് ആണ് ഭയങ്കര നല്ല നോളജ്, അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി കൂടുതലാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നോളജിന് വലിയ വിലയൊന്നുമില്ല, അത് സയന്റിഫിക് അല്ല എന്നൊക്കെ ഉള്ള ഒരു തോട്ട് നമ്മളെ സംബന്ധിച്ച് ആസ് ഇന്ത്യൻസ് ഉണ്ട്, ബിക്കോസ് വി വെർ കോളനൈസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ആ ഒരു തോട്ട് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനും നമ്മുടെ ഇന്ത്യൻ എത്തോസ്, അതായത് നമ്മുടേതായിട്ടുള്ള പരമ്പരാഗത നോളജുകൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള, ഇത്രയും റിച്ച് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്ര ഡൈവേഴ്സ് ആൻഡ് കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടേത്. നമ്മുടെ ഇവിടുന്ന് ഒരുപാട്, ഇപ്പം പുറത്ത് രാജ്യത്തിലുള്ള ആൾക്കാരായി പോലും ഇവിടെ വന്ന് പലതും പഠിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് അവരുടെ നോളജ് ആക്കി അത് വേൾഡിന് പ്രസന്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അത് കണ്ടിട്ട് അത് ഭയങ്കര നോളജ് ആണെന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു നമ്മുടെ ഇവിടുന്ന് തന്നെ കോട്ടൺ കൊണ്ടുപോയി ബ്രിട്ടീഷ് കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്യൂട്ടാക്കി മാറ്റി തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഹൈ പ്രൈസിന് വിൽക്കുന്ന ഒരു സിനാരിയോ പോലെ തന്നെയാണ് എഡ്യൂക്കേഷനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരുപാട് നോളജുകളെ അവര് പുറത്തു കൊണ്ടുപോയി അതിനെ
വെസ്റ്റേണൈസ് ചെയ്തതിന് ശേഷം അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നു. ആൻഡ് വി ഇന്ത്യൻസ് തിങ്ക് ദാറ്റ് ഇസ് മോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ളൊരു തോട്ട് തന്നെ മാറ്റുക. നമ്മുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു അപ്രിസിയേഷൻ കൊണ്ടുവരിക. വി ആർ ദ ഗ്ലോബൽ എന്താണ് സൂപ്പർ പവർ, നോളജ്, ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാരിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ എയിമും കൂടി ഈ പർട്ടിക്കുലർ NEP 2020 കൊണ്ട്, വിച്ച് ഇസ് ഡീകോളനൈസിങ് ഇന്ത്യൻ മൈൻഡ്സ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് NEP 2020 പറയാനുള്ള. ഇത്രയും നാളുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ബേസിക്കലി നമ്മുടെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം അതുപോലെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഓൺ. നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങൾ, നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളത് മാറ്റിയിട്ട് മുറ്റത്തെ മുല്ല എന്താണെന്ന് മനസ്സിലാക്കി, അതിന് മണമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് NEP 2020 മുമ്പോട്ട് വെക്കുന്നു. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? എക്വിറ്റി കൊണ്ടുവരിക, ഇൻക്ലൂഷൻ കൊണ്ടുവരിക. അതായത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും അവർക്ക് വേണ്ട എന്താണോ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടത് എന്താണോ അത് അവർക്ക് കൊടുക്കുക. അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അവരെയും കൂടി എന്ത് ചെയ്യുക, എൻറിച്ച് ചെയ്യുക. അതുപോലെ ഫ്ലെക്സിബിൾ ആക്കുക. നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയും നാളും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിൽ എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നാൽ എനിക്കൊന്നുമില്ല, ഞാൻ പിന്നെയും ഒരു +2 കാര്യമായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം മാറി നമ്മൾ കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോവാണ്. സോ ദാറ്റ് നമുക്ക് പഠനവും നമ്മുടെ ജോലിയും ഒരുപോലെ ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ നോ റിജിഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഡിസിപ്ലിൻസ്. നമ്മൾ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്നൊക്കെ ഒത്തിരി പറയാറുണ്ട്. അതായത് ഞാൻ സയൻസിന്റെ കൂടെ മ്യൂസിക്കും കൂടെ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. ബട്ട് നൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി പോസിബിൾ. അതുപോലെ വി ആർ ഗോയിങ് ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. നമുക്കറിയാം ഇന്ത്യക്കകത്ത് ഇനി ഇല്ലാത്ത ഭാഷകളോ കൾച്ചേഴ്സോ ഇല്ല. അതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, റെസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമ്മളൊരു ടീച്ചർ സെൻട്രിക് വ്യൂവിൽ നിന്നും സ്റ്റുഡന്റ് സെൻട്രിക് വ്യൂവിലേക്ക് മാറാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ അസസ്മെന്റുകൾ, ഇത്രയും നാൾ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരുന്നത് പേപ്പർ പെൻസിൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഒരു ഫൈനൽ നമ്മൾ പേപ്പറിൽ എഴുതുന്നത് വെച്ച് നമ്മൾ അസസ് ചെയ്യും. പലരും ഈ എക്സാം എഴുതുന്നതിന് അപ്പുറത്തേക്ക് ഒരു വലിയ വിഷനോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയോ ഉള്ള ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ അങ്ങനെയല്ല വാല്യുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും NEP 2020 വരികയാണ്. സോ മേജർ ആയിട്ട് NEP 2020 എംഫസൈസ് ചെയ്യുന്നത് SDG 4, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4, വിച്ച് ഇസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതിനെ എംബ്രേസ് ചെയ്യാനും അതുവഴി ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യാനുമാണ് NEP 2020 നോക്കുന്നത്. 2040 2040 എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1974. അപ്പൊ 2074 ആകുമ്പോൾ 100 years ഓഫ് ഇൻഡിപെൻഡൻസ് ആവും. അതിനെ നമ്മൾ വിളിക്കുന്നത് അമൃത് കാൽ എന്നാണ്. അമൃത് കാൽ 100 years ഓഫ് ഇൻഡിപെൻഡൻസ് ആവുന്നതിന് മുമ്പ് അതിനൊരു 7 വർഷം മുമ്പ് 2040 വി ആർ ഗോയിങ് ടു ബിക്കം ദി നോളജ് സൂപ്പർ പവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നിങ്ങൾക്കറിയാം, നമുക്ക് ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് 1968 സെക്കൻഡ് പോളിസി വരുന്നത് 1986 തിരിച്ചിട്ടാൽ മതി. ഇനി അത് കഴിഞ്ഞ് 2020 തേർഡ് എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ 1986 പോളിസി ആയാലും 68 ആണെങ്കിലും 86 പോളിസി ആണെങ്കിലും ഒരു കമ്മിറ്റി ചേർന്നിട്ട് അതിൻ്റെതായ ആ കമ്മിറ്റിയിൽ ഒരുപാട് എക്സ്പേർട്സ് കാണും. ഈ എക്സ്പേർട്സ് എല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ റിപ്പോർട്ടിനെ നമ്മളൊരു പോളിസി ആയിട്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ NEP 2020 വരുമ്പോൾ അവരൊരു ഫ്രം ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് എടുത്തത്. അതായത് ഇങ്ങനെ നമുക്കൊരു പോളിസി ഫോം ചെയ്യണം. ഈ പോളിസിക്ക് നിങ്ങൾ എക്സ്പേർട്സ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് അല്ല ഈ പോളിസി ഉണ്ടാക്കാൻ പോകുന്നത്. പകരം വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് ഹോൾ ഓഫ് ഇന്ത്യ തരുന്ന ഇൻപുട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പോളിസി ആയിരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തുടങ്ങുന്നത്. 2014 മുതൽ ദേ ഹാവ് സ്റ്റാർട്ടഡ് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡിസ്കഷൻസ്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടന്നിരുന്നു പല യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്ത്. അങ്ങനെ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും സജഷൻസ്, പബ്ലിക് സജഷൻസ് എടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വലിയ പബ്ലിക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ പോളിസി ആയിരുന്നു
NEP 2020. അപ്പൊ ഇത്രയും ആൾക്കാരുടെ സജഷൻസ് എടുത്ത് ഉണ്ടാക്കിയ ഒരു പോളിസി എന്ന നിലയിൽ ദാറ്റ് വുഡ് ബി ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ NEP 2020. അതിനോടൊപ്പം ഇത്രയും സജഷൻസ് എടുത്തതുകൊണ്ട് തന്നെ ആസ് യു ഗോ ഫോർവേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഇത്രയും നാളത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഹ്യൂജ് ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ അതിന് മേജർ ആയിട്ട് 5 പില്ലേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് 5 പില്ലേഴ്സ്: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. NEP 2020 സംബന്ധിച്ചുള്ള 5 പില്ലേഴ്സ് ആണ്. നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ റിപ്പോർട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 5 പ്രിൻസിപ്പിൾസ് അഞ്ച് പില്ലേഴ്സ് NEP 2020 ഉണ്ടെന്നോ 22 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നോ ഒന്നും ആ പെർട്ടിക്കുലർ ഡോക്യുമെന്റിൽ പറയുന്നില്ല. പക്ഷെ നമുക്ക് എല്ലായിടത്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ എടുത്തു പറയുന്നു. അല്ലാതെ ആ ഡോക്യുമെന്റിൽ എവിടെ എഴുതിയിട്ടില്ല 5 പില്ലേഴ്സിലാണ് NEP 2020 ഉള്ളത്, അല്ലെങ്കിൽ 22 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് NEP 2020 ഉള്ളതെന്ന് എവിടെയും എടുത്ത് പറയുന്നില്ല. ബട്ട് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നോട്ട്സ് ആണിത്. സോ 5 പില്ലേഴ്സ്. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരുപാട് എക്സാംസിൽ ഈ പില്ലേഴ്സും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും തമ്മിൽ മാറി മറിഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുന്നോ ഹൗ മെനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആർ ദെയർ എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻസ് 7, 5, 6, 9 അങ്ങനെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ 5 ചൂസ് ചെയ്യുക. അതുപോലെ ചിലപ്പോൾ പില്ലേഴ്സിന് പകരം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും ചോദിക്കുന്നു വരാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് ചോദിച്ചിട്ട് ഒരു 20 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ വി ആക്ച്വലി ഹാവ് 22 പ്രിൻസിപ്പിൾസ്. ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല, ബട്ട് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. സോ അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 5 പില്ലേഴ്സ് ആണുള്ളത്: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതേസമയം 22 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഈ പ്രിൻസിപ്പിൾസ് താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഡോട്ട് ഇട്ട് നമ്മുടെ പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഈ പെർട്ടിക്കുലർ പോളിസി ഈസ് കവറിങ് ഫ്രം, ഞാൻ നേരത്തെ പറഞ്ഞു, ചൈൽഡ്ഹുഡ് കെയർ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഹയർ എഡ്യൂക്കേഷന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വളരെ കുറവായിരിക്കും. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് NEP പറയുന്നതാണ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ പലയിടത്തും 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായിട്ട് വായിക്കാനോ കണക്ക് കൂട്ടാനോ അറിയാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഗ്രേഡ് 3 എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽസ് അച്ചീവ് ചെയ്തേ പറ്റൂ. ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് എല്ലാ പോയിന്റ്സും പറഞ്ഞു പോകുന്നില്ല. വിത്ത് ലെഷർ യു ക്യാൻ റീഡ് ദ നോട്ട്സ്. ഞാൻ താഴെ നോട്ട്സ് പ്രിന്റബിൾ ഫോമിൽ PDF കൊടുത്തേക്കാം. അതുപോലെ നോ ഹാർഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ആർട്സ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ പഠിക്കാവൂ, ആർട്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ പഠിക്കാവൂ, അങ്ങനെയല്ല. നമ്മൾ കുറെ കൂടെ മൾട്ടി ഡിസിപ്ലിനറി ഫോം ഓഫ് എഡ്യൂക്കേഷനെയാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ. അതിനകത്ത് സോഷ്യൽ സയൻസ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സ്പോർട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു സമഗ്രമായ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആയിരിക്കും കുട്ടിയിൽ ഉണ്ടാവാൻ പോകുന്നത്. കുട്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാട്ട് എവർ ഇറ്റ് ഇസ്. അതിനോടൊപ്പം നമ്മൾ ഹ്യൂമൻ എത്തിക്സ്, നമ്മൾ ഒരു ആളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ചുമ്മാ പഠിപ്പിച്ചാൽ പോരാ, അയാൾക്ക് നല്ല ഹ്യൂമൻ എത്തിക്സ് ഉണ്ടാവണം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് വേണം നമ്മൾ അയാളെ മുമ്പോട്ട് കൊണ്ടുവരാൻ. എംപതി, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ക്ലെൻലിനെസ്, കർട്ടസി, democratic spirit of service, respect for public property, scientific temper, liberty, social responsibility, pluralism, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളുള്ള ഒരു ഹോളിസ്റ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടൊരു പേഴ്സണെയാണ് നമ്മൾ ഈ NEP 2020 കൊണ്ട് എല്ലാ പോളിസീസ് കൊണ്ട് നമ്മൾ ഫൈനലി എഡ്യൂക്കേഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ ഫോർമേറ്റീവ് അസസ്മെന്റിനായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം rather than സമ്മേറ്റീവ് അസസ്മെന്റ്. അപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതുന്നു, നമ്മൾ ഒരു വർഷം മുഴുവൻ പഠിച്ചിട്ട് ഒരു അവസാനം ആ വർഷം പഠിച്ചത് മൊത്തം കൂടെ ചേർത്തൊരു പരീക്ഷ എഴുതുന്നതിനാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വർഷം പഠിച്ച അത്രയും കാര്യങ്ങളും പഠിക്കേണ്ടി വരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് സ്ട്രെയിൻഫുൾ. അപ്പൊ നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരെയും പൊട്ടൻഷ്യലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും പ്രഷറിൽ അവർ പോയിരുന്ന് എഴുതുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യത്തിനല്ലേ ഉത്തരം എഴുതുന്നുള്ളൂ. അവരുടെ കാലിബർ എന്താണെന്ന് അതിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റിലേക്ക് പോകുന്നു. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ പെർഫോമൻസ് നോക്കുകയാണ്. ക്ലാസ്സിൽ ആ കുട്ടി ആക്റ്റീവ് ആണോ, ക്ലാസ്സിൽ ആ കുട്ടി എന്തൊക്കെ ഐഡിയാസ് പറയുന്നു,
അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അസസ് ചെയ്യുന്നതിനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതാത് ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അസസ് ചെയ്യുക, റാദർ ദാൻ വർഷാവസാനം ഒരു പേപ്പർ എഴുതുമ്പോൾ ആ ആൻസർ ഷീറ്റിലുള്ളതാണ് കുട്ടിയുടെ പെർഫോമൻസ് എന്ന് വിചാരിക്കുന്നതിന് വരെ. ചിലർ ഇങ്ങനെയുള്ള ആൻസേഴ്സ് എക്സാമിലായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റിൽ യാതൊരു പെർഫോമൻസും കാണില്ല. അപ്പം അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടിനെയും ഒരു പെർട്ടിക്കുലർ അളവിൽ രണ്ടിനെയും നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകും. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ വാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ വാക്കാണ്. അതായത് ഇനി നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിനെ വിളിക്കാൻ പോകുന്നത് ദിവ്യാംഗൻ സ്റ്റുഡൻസ് എന്നാണ്. അവർക്കുള്ള എല്ലാ ബാരിയേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, NEP 2020 റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇത് ചോദിച്ചൊരു ചോദ്യമാണ്. ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഏത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്ന ഒരു ഐഡിയ ആണ്? 1968, 1986, 1992 അവിടെ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ, അതുപോലെ NEP 2020 ഇങ്ങനെ വന്നൊരു ക്വസ്റ്റൻ ആണ്. സോ ലൈറ്റ് ബട്ട് ടൈറ്റ് റെഗുലേഷൻ ഫ്രെയിംവർക്ക് ആണ് NEP 2020 എൻവിസേജ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങൾ. സോ ഇനി നമുക്ക് ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്കൂൾ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെ എന്തൊക്കെയാണ് NEP 2020 എൻവിസേജ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ആദ്യം തന്നെ സ്കൂൾ നോക്കാം. ഈവൻ ദോ ദിസ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡ്യൂൾ ആണെങ്കിൽ പോലും NEP 2020 ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കിപ്പോണം. വളരെ പുതിയൊരു പോളിസി ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. സോ ഇത്രയും നാള് നമ്മൾ 10+2 എന്നുള്ളൊരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്താണ് നിന്നുകൊണ്ടിരുന്നത്, 10ാം ക്ലാസ്സും പിന്നെ +1 +2. അതിൽ നിന്നും മാറി നമ്മൾ 5+3+3+4 എന്നുള്ള ഒരു സിസ്റ്റത്തിലോട്ട് പോവാണ്. അതിൽ 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ, 3 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി, അടുത്ത 3 എന്ന് പറയുന്നത് മിഡിൽ സ്കൂൾ, 9, 10, 11, 12 എല്ലാം കൂടെ ചേർത്ത് സെക്കൻഡറി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 5+3+3+ NEP ഫോളോ ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഏതാണ്? ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ തന്നേക്കും. 5+4+2, 5+3+3, 5+3+3+3+4 ആണ് നമ്മൾ NEP 2020 ഫോളോ ചെയ്യും. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പോളിസീസിലും നമ്മൾ 1ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ പോളിസിയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ 4 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് തുടങ്ങി ആ കുട്ടി അംഗൻവാടിയിലോ അല്ലെങ്കിൽ ബാലവാടിയിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ പോകുന്ന ആ സമയം മുതലുള്ള എഡ്യൂക്കേഷൻ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവാണ്. അല്ലാതെ 1ാം ക്ലാസ്സിൽ വന്നതിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് വളരെ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അവരൊരു 3ാം ക്ലാസ്സിലാവുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഫൗണ്ടേഷൻ ലിറ്ററസിയും ന്യൂമറസി സ്കിൽസും അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അടുത്തത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, NCF എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. പക്ഷെ അതിൽ സ്കൂൾ എഡ്യൂക്കേഷന് സെപ്പറേറ്റ് ആയിട്ടൊരു NCF ഉണ്ടാക്കുന്നു. 2020-2021 റേഞ്ചിൽ NCF SE വരും എന്നാണ് NEP 2020 പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് 2023 ആ റിപ്പോർട്ട് ഇറങ്ങുന്നത്. അത് ഇറങ്ങി കഴിഞ്ഞ് 2023 ഇറങ്ങുന്നത്. എല്ലാ 5 മുതൽ 10 വർഷത്തിന് ഇടയ്ക്ക് നമ്മൾ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് NEP 2020 പറയുന്നത്. അതുപോലെ മൾട്ടി ലിംഗ്വലിസം, നമ്മൾ 5ാം ക്ലാസ് വരെയെങ്കിലും പ്രിഫറബിളി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മദർ ടങ്ങിൽ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ്, ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിന്റെ റീജിയണൽ ലാംഗ്വേജിൽ മാത്രം പഠിപ്പിക്കുക 8 വയസ്സ് വരെ. അതിനുശേഷം മാത്രം ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ പരക്, നാഷണൽ അസസ്മെന്റ് സെന്റർ ഫോർ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് തുടങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റും NEP മുമ്പോട്ട് വെക്കുന്നുണ്ട്. പരക് എന്ന് പറയുന്നത് ഒരു അസസ്മെന്റ് സെന്റർ ആണ്. ഇപ്പൊ നമ്മുടെ NDA പോലെ ഒരു അസസ്മെന്റ് സെന്റർ ആണ്, പക്ഷെ കുറച്ചുകൂടെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും റാദർ ദാൻ കംപ്ലീറ്റ്ലി ഒരു അക്കാഡമിക് ബേസ്ഡ് എന്നുള്ളതിനേക്കാളും പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. അതുപോലെ ബാഗ്ലെസ് ഡേയ്സ് കുട്ടികൾക്ക് കൊടുക്കുക. 6 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ വൊക്കേഷണൽ എക്സ്പോഷർ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രേഡ് 6 മുതലാണ് വൊക്കേഷണൽ എക്സ്പോഷർ സ്റ്റാർട്ട് ചെയ്യാൻ NEP 2020 പറയുന്നത്. അതുപോലെ ബാഗ്ലെസ് ഡേയ്സ്, ഏതെങ്കിലും ഒരു ദിവസം കുട്ടി ബാഗോ ബുക്കോ ഒന്നും കൊണ്ടുവരുന്നില്ല, ഫ്രീ ആയിട്ട് സ്കൂളിൽ വരുന്നു, ആക്ടിവിറ്റീസ് ചെയ്യുന്നു, പോകും. സോ ഇനി നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ബാക്ക് ടു ബാക്ക്. അതുകൊണ്ടാണ്
സോ നമ്മുടെ ട്രാൻസ്ഫോമിംഗ് കൾച്ചർ ആൻഡ് പെഡഗോഗിക് സ്ട്രക്ചർ നേരത്തെ നമുക്കറിയാം. നമ്മൾ 6 വയസ്സിൽ 1ാം ക്ലാസ് ചേരുന്ന കുട്ടി മുതൽ 10 വർഷം 10ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷനെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് തന്നെ നമുക്ക് LP UP ഹൈസ്കൂൾ എന്നൊക്കെ ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ 2 വർഷവും കൂടെ പഠിക്കുന്നു അൺടിൽ 18 ഇയേഴ്സ്, വിച്ച് ഇസ് +1 +2. ഇതായിരുന്നു നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചർ. ഇത് നമ്മുടെ കോത്താരി കമ്മീഷൻ മുമ്പോട്ട് വെച്ച ഒരു ഐഡിയ ആയിരുന്നു 10+2 എന്നുള്ളത്. ഇനി NEP 2020 അത് കറന്റ്ലി ഇസ് ചേഞ്ചിങ് ടു ദിസ്. നമ്മൾ അതായത് ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോൾ നമ്മൾ ആ കുട്ടികളെ അംഗൻവാടി ചേർക്കുകയാണ് 3 ഇയേഴ്സ് ഓഫ് ഏജിൽ. ദെൻ ക്ലാസ് 1 and 2 ഇതെല്ലാം കൂടെ ചേർന്ന് അംഗൻവാടി 3 ഇയേഴ്സ്, ബാലവാടിക അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഫോർ 3 ഇയേഴ്സ് പ്ലസ് 2 ഇയേഴ്സ് ഓഫ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്നാണ് ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്. ദെൻ 3ാം ക്ലാസ് മുതൽ 5 വരെയാണ് പ്രിപ്പറേറ്ററി, 6 മുതൽ 8 വരെ മിഡിൽ സ്റ്റേജ്, ആൻഡ് 9, 10, 11 and 12 കൂടെ ചേർത്തിട്ട് നമ്മൾ സെക്കൻഡറി സ്റ്റേജ് എന്നറിയപ്പെടുന്നു. സെക്കൻഡറി സ്റ്റേജിന്റെ ഒരു പ്രത്യേകത അവിടെ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് നടക്കുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് എൻഹാൻസ് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റി, സ്റ്റുഡന്റ് ചോയ്സ് ഓഫ് സബ്ജക്ട്സ് എല്ലാം അവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിഡിൽ സ്റ്റേജിലാവുമ്പോൾ നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നു, സയൻസിൽ എക്സ്പെരിമെന്റ് കാണിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ മാത്സ്, ആർട്സ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് എല്ലാം പഠിപ്പിക്കുന്നത് മിഡിൽ സ്റ്റേജിലാണ്. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ നമ്മൾ പ്ലാൻ, ഡിസ്കവറി, ആക്ടിവിറ്റി ബേസ്ഡ്, ഇന്ററാക്റ്റീവ്, ക്ലാസ് റൂം ബേസ്ഡ് ലേണിംഗ് ഒക്കെയാണ്. അതായത് കൂടുതലും പ്ലേ ബേസ്ഡ് മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജിലും. കുഞ്ഞുങ്ങൾ തീരെ കുട്ടിയായതുകൊണ്ട് നമ്മൾ മൾട്ടി ലെവൽ പ്ലേ ബേസ്ഡ് ആക്ടിവിറ്റീസ് കൊടുത്തായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അടുത്തത്, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ടീച്ചർ എഡ്യൂക്കേഷൻ. നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുവാണ്. സോ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് NEP 2020 പറയുന്നത്, ഇത്രയും നാൾ നമ്മൾ ഒരു 2 ഇയർ BEd ഉണ്ടായിരുന്നത്. സോ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ദാറ്റ് കെയിം ഇൻ 2012 ആണ് 1 ഇയർ BEdനെ 2 ഇയർ BEd ആക്കി മാറ്റുന്നത്. കാരണം ടീച്ചേഴ്സിന് ക്വാളിറ്റി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇപ്പോൾ കറന്റ്ലി ദേ ആർ സെയിങ് നമുക്ക് 2 ഇയറിൽ നിന്ന് വി ആർ ഗോയിങ് ടു കം ഇൻ ടു 4 ഇയർ BEd. 4 ഇയർ BEd ഉണ്ടാകുക എന്നുള്ളതായിരിക്കും 2030 ആകുമ്പോഴത്തേക്കും ഒരു ടീച്ചറിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ. 4 ഇയർ BEd, അത് ഇന്റഗ്രേറ്റഡ് BEd ആയിരിക്കും. അതായത് നമ്മൾ ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, BEdും പഠിച്ചു പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് BEd. അതിനെ ITEP എന്നാണ് വിളിക്കുന്നത്. സോ 2030 ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ അതായിട്ട് മാറും. ഈവൻ വളരെ ചെറിയ ടീച്ചേഴ്സ്, ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ നഴ്സറി സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് TTC പോലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നത്. ഇനി അത് പറ്റില്ല, BEd തന്നെ ആയിരിക്കും അതിനും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുപോലെ ടീച്ചേഴ്സിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ബോഡി അവർ സജസ്റ്റ് ചെയ്തു, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോഡി. അതുപോലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസും ഇനി ഉണ്ടാവും. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, ആ ടീച്ചറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അതുപോലെ എന്തൊക്കെ ഡിഗ്രീസ് വേണം എന്നൊക്കെ ഉള്ളതെല്ലാം സെറ്റ് ചെയ്യുന്നത് നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്ന NPSSB, അതായത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി സെറ്റ്. അതുപോലെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആൻഡ് ഇൻസെന്റീവ്സ് റൂറൽ ടീച്ചേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. അൺനെസസറി ട്രാൻസ്ഫേഴ്സ് ഇല്ലാതാക്കും. അതുപോലെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകൾ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മളിപ്പോ ഈ എഴുതാൻ പോകുന്ന നെറ്റ് ആയാലും സെറ്റ് ആയാലും ഒക്കെ കുറെ കൂടെ കോംപ്ലക്സ് ആൻഡ് സ്ട്രെങ്തൻഡ് ആക്കും. സോ ദാറ്റ് എല്ലാ സ്റ്റേജിലും ഏറ്റവും നല്ല ടീച്ചേഴ്സ് മാത്രം ഫിൽട്ടർ ചെയ്ത് ബിക്കംസ് എലിജിബിൾ ഫോർ ടീച്ചിങ് ഇൻ സ്കൂൾസ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഉണ്ട്, 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ 2 ഇയർ BEd. അല്ല, നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഒരു BEd മീൻസ് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ 1 ഇയർ BEd. സോ ഇനി നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരികയാണ്. അപ്പൊ ഇത്രയും നാള് നമുക്ക് 3 ഇയർ ഡിഗ്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ബ്രിട്ടീഷ് ഒരു എന്താണ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്ത് എല്ലാ ഡിഗ്രീസും 3 ഇയർ ആണ്. അതിൽ നിന്നും നമ്മൾ ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് പോവാണ്, വെർ ഡിഗ്രീസ് ആർ ബിക്കമിങ് 4 ഇയേഴ്സ് ആൻഡ് 4 ഇയർ ഡിഗ്രീസ് വിൽ ബി ഓൾസോ കോൾഡ് ഡിഗ്രി ഓണേഴ്സ്. അതുപോലെ 2 ഇയർ മാസ്റ്റർ ഡിഗ്രീസിനെ നമ്മൾ NEP 2020 കൺവേർട്ട് ചെയ്ത് 1 ഇയർ മാസ്റ്റർ ഡിഗ്രി ആക്കുന്നുണ്ട്. അതുപോലെ പണ്ടൊക്കെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് നെറ്റ് ഒക്കെ ഉണ്ടെങ്കിലേ PhD പോകാൻ പറ്റൂ. ബട്ട് നൗ ആഫ്റ്റർ ഡ്യൂറിങ് ഡിഗ്രി ഫൈനൽ ഇയർ ഇറ്റ്സെൽഫ് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് നെറ്റോ UGCയോ എല്ലാം എഴുതി യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫ്രം ഡിഗ്രി ടു PhD എന്നുള്ള ഒരു കോൺസെപ്റ്റും ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ NEP 2020 വെക്കുന്നത്. ഇനി ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ആൾക്കാർ സ്റ്റിൽ ബിലോ 30% ആണ്.
അപ്പൊ 2035 എന്നുള്ള ഇയർ ആവുമ്പോഴത്തേക്കും നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ 50% ആൾക്കാരെങ്കിലും എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് NEP 2020 മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സോ 50% എൻറോൾമെന്റ് ബൈ 2035. ഈ 2035 50% എൻറോൾമെന്റ് വരണമെങ്കിൽ ഇപ്പൊ ഉള്ള റിജിഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ ഡിഗ്രിക്ക് കയറിയിട്ട് സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ യു ആർ സ്റ്റിൽ +1 +2, നിങ്ങൾക്ക് വേറെ ഡിഗ്രിയോ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെയാണ് ആ ഒരു വർഷം നിങ്ങൾ അവിടെ പഠിച്ചത് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷനെ ഫ്ലെക്സിബിൾ ആക്കുന്നത് വഴി കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൊണ്ടുവരാനും സാധിക്കും എന്നാണ് NEP 2020 വിശ്വസിക്കുന്നത്. അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കുക, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കുക. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അറ്റ്ലീസ്റ്റ് 3000 സ്റ്റുഡൻസ് എങ്കിലും പഠിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ടുണ്ട്. അതാണ് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്. നമ്മൾ ഇതിനെപ്പറ്റി അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് നോക്കാം. അതുപോലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് അവേഴ്സ് ഏതെങ്കിലും ഒരു 150 അവേഴ്സ് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ അവേഴ്സിനെ ക്രെഡിറ്റ്സ് ആക്കി മാറ്റി നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിനകത്ത് കൊടുത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര അവേഴ്സ് ഓഫ് സ്റ്റഡി നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിനകത്തുള്ള ക്രെഡിറ്റ്സ് ഷോസ് ദാറ്റ് യു ഹാവ് വർക്ക് ദിസ് മച്ച് hours ഇൻ സ്റ്റഡീസ്. അതുപോലെ നമ്മുടെ ഇത്രയും നാളത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ MPhil എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഉണ്ടായിരുന്നു. നൗ ദാറ്റ് ഇസ് നോ മോർ. നോബഡി റെക്കഗ്നൈസസ് MPhil ആൻഡ് ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂഡ്. അതുപോലെ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻ ടു സർട്ടൺ പോസ്റ്റ് എന്നുള്ളതും അത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് NEP 2020 വെച്ച ഒരു ഫ്രെയിംവർക്ക് ആൻഡ് ബോർഡാണ്. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓഫ് ഡിഗ്രിയിൽ കയറി, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ഒന്നെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ പാർട്ട് ടൈം വർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഡ്രോപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാള് ഫസ്റ്റ് ഇയർ ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ബട്ട് നൗ യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. അതുപോലെ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റഡി ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ ഡിപ്ലോമ. അതുപോലെ 3 ഇയേഴ്സ് കഴിഞ്ഞാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി. ആൻഡ് 4 ഇയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി വിത്ത് റിസർച്ച് ഓണേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ് കിട്ടുന്നത്. അതുപോലെ കോഴ്സ് ബാസ്ക്കറ്റ്. എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഫ്ലെക്സിബിൾ ആക്കി ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ യു ആർ പ്രൊവൈഡിങ് ദം വിത്ത് എ കോഴ്സ് ബാസ്ക്കറ്റ്. അതായത് ആ ബാസ്ക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിലുള്ള എല്ലാ കോഴ്സും കൂടെ ചേർത്ത് ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ടേക്കും. ആസ് എ സ്റ്റുഡന്റ് യു ക്യാൻ സെലക്ട് ദാറ്റ് കോഴ്സ്. പക്ഷെ ഇപ്പോഴും അതിലൊരു ഫോൾട്ട് ഉള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് അലൈൻ വിത്ത് സർട്ടൻ ജോബ് പ്രീ റിക്വസിറ്റ്സ്, നിങ്ങൾക്ക് അപ്പോൾ ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇപ്പം ചിലപ്പോൾ PSCയിൽ അവർ പോസ്റ്റ് വിളിക്കുന്നു, ആ പോസ്റ്റിന് ഇന്ന ഡിഗ്രീസ്, ഇപ്പം നിങ്ങൾക്ക് സയൻസിൽ ഒരു ട്രഡീഷണൽ ഡിഗ്രി തന്നെ ആയിരിക്കും വേണ്ടത് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ. ബട്ട് നിങ്ങൾ ഈ കോഴ്സ് ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ച്വലി മറ്റു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആ എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡീമെറിറ്റ് ഇപ്പോഴും ആ കോഴ്സ് ബാസ്ക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മാറ്റേണ്ട റൂൾ എന്ന് പറയുന്നത് ജോലിക്കുള്ള ഇതുപോലുള്ള ടൈപ്പ് റെസ്ട്രിക്ഷൻസ് ആണ്. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള കോഴ്സസ് കൊണ്ടുവരാൻ. സോ ദാറ്റ് ഇങ്ങനെയുള്ള കോഴ്സ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ട്, ഒരു ചാൻസ് ഫോർ ഗെറ്റിംഗ് എ ജോബ് ഉണ്ട്. അല്ലാതെ വെറുതെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു എന്താണ് ഒരു ക്രിറ്റിസിസവും അതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ ABC, അപാർ, NAD പോലുള്ള ഡിഗ്രി റെപ്പോസിറ്ററീസ്. ഇത്രയും നാള് നമ്മൾ ഡിഗ്രി ഫോർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫോർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വ്യാജ ഡിഗ്രീസ് എടുത്ത് നമുക്കൊരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് നമുക്ക് പാസ്സാവാം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഡയറക്ട്ലി പോകുന്നത് നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിലോ അപാർ IDയിലോ NADയിലോ ഒക്കെ ആയിരിക്കും. ഇവിടെ എല്ലാം നിങ്ങളുടെ ഡിഗ്രീസ് എന്താണ് നിങ്ങളുടെ അതാത് കൺസേൺഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ ഡിഗ്രി ഇസ് പുട്ട് ഫോർത്ത് ഇൻ ദീസ് റെപ്പോസിറ്ററീസ്. അപ്പം ആർക്ക് QR കോഡ് സ്കാൻ ചെയ്താലും ഇതുള്ള ഡിഗ്രി ആണോ പ്രോപ്പർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത ഡിഗ്രി ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് അക്കാഡമിക് ഫ്രോഡിങ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ UGC, AICTE, NAC അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാത്തിനെയും
ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്, വിച്ച് ഇസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI. അതിന് 4 വെർട്ടിക്കിൾസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. 4 വെർട്ടിക്കിൾസ്. ഫസ്റ്റ് വൺ ഇസ് NHERC, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കമ്മീഷൻ. റെഗുലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടാവും. അതുപോലെ NAC, നമുക്ക് ഇത്രയും നാൾ NAAC ആയിരുന്നു, അത് മാറിയിട്ട് NAC ആവാൻ പോവാണ്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. അതൊരു മെറ്റാ അക്രഡിറ്റേഷൻ ബോഡി ആയിരിക്കും. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ, നമ്മൾ ഇത്രയും നാൾ UGC ഗ്രാന്റ് കമ്മീഷൻ ഇല്ലേ, അപ്പം അതിനെ മാറ്റി ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആകുമ്പോഴത്തേക്കും അതിൽ ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ ഉണ്ടാവും. അതായിരിക്കും ഇനി ഫണ്ടിങ്ങും സ്കോളർഷിപ്പും ഒക്കെ തരുന്നത്. അതുപോലെ GEC, വിച്ച് ഇസ് എ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. അവിടെ ആയിരിക്കും ലേണിംഗ് ഔട്ട്കംസ് എങ്ങനെയായിരിക്കണം, ഒരു ടീച്ചറിന്റെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് എന്തായിരിക്കണം എന്നെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, വൊക്കേഷണൽ ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷനെ പറ്റിയിട്ടും NEP 2020 പറയുന്നുണ്ട്. 50% സ്റ്റുഡൻസ് എങ്കിലും 8th ഗ്രേഡ് ആകുമ്പോഴത്തേക്കും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള എക്സ്പോഷർ കൊടുത്തിരിക്കണം ബൈ 2025 എന്നാണ് NEP എൻവിസേജ് ചെയ്യുന്നത്. അതുപോലെ അഡൾട്ട് എഡ്യൂക്കേഷൻ നമുക്ക് 5 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് കൊടുക്കണം. ലിറ്ററസി പ്രോഗ്രാംസ്, ലൈഫ് സ്കിൽസ്, വൊക്കേഷണൽ, ബേസിക് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സ്കിൽസ് ഒരു അഡൾട്ട് എഡ്യൂക്കേറ്റർ മീൻസ് അഡൾട്ട് ആയിട്ട് എഡ്യൂക്കേഷൻ സീക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുത്തിരിക്കണം. അതുപോലെ ഗ്രേഡ് 6, മിഡിൽ സ്കൂൾ ഗ്രേഡ് 6 സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷനും സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാണ് NEP 2020 പറയുന്നത്. ഇനി റിസർച്ചിനെയും ടെക്നോളജിയും ഡിജിറ്റൽ എഡ്യൂക്കേഷനെയും ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്തു NEP 2020, വിച്ച് ഇസ് ആക്ച്വലി ഫോർ ഫണ്ടിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, റിസർച്ച്, ഇതിനെ എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറമും NEP 2020 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ടെക്നോളജി ഇന്റഗ്രേഷൻ ഇൻ ടു എഡ്യൂക്കേഷൻ, ഓൺലൈൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ഫോക്കസസ് ഓൺ ബ്രിഡ്ജിങ് ഡിജിറ്റൽ ഡിവൈഡ്. നമുക്കറിയാം നമ്മളൊക്കെ നമ്മൾ ഈ ഡിജിറ്റൽ എറയിൽ ജനിച്ചവരാണ്. അതേസമയം ഡിജിറ്റൽ മൈഗ്രൻസ് ഉണ്ട്. അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അവർക്കൊന്നും ഡിജിറ്റൽ കാര്യങ്ങൾ ഉപയോഗിക്കാൻ തന്നെ അറിയില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യുക, അവരെ പതുക്കെ പതുക്കെ ഇതിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ വേൾഡിലേക്ക് കൊണ്ടുവരിക. ആ എഡ്യൂക്കേഷനുമായിട്ട് എന്ത് ചെയ്യുക, അവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. സോ ദാറ്റ് നമുക്കൊരു ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാനും, ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഈ ഫോണും അതുപോലുള്ള ഗാഡ്ജറ്റ്സും ഒന്നും ഇല്ലാത്തവരെയും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇഫ് ദേ ആർ ബോൺ ഇൻ ടു എ ഡിജിറ്റൽ എറ അവർക്ക് അതില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാവരെയും പതുക്കെ പതുക്കെ ഇതിനകത്തേക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷനകത്തേക്ക് കൊണ്ടുവരിക ബൈ പ്രൊവൈഡിങ് ദം വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അല്ല അതിനെ പറ്റിയിട്ടുള്ള ഡിജിറ്റൽ നോളജ് ആണെങ്കിൽ അങ്ങനെ. അതുപോലെ സ്വയം മൂക്ക് കോഴ്സ്, സ്വയം ഒരു മൂക്ക് കോഴ്സ് ആണ്. സോ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ആൻഡ് ബ്ലെൻഡഡ് ലേണിംഗ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ ഇക്വിറ്റി, ഇൻക്ലൂഷൻ ആൻഡ് ഗവേണൻസ്. സോ SEDGS, സോഷ്യലി എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുക. കാരണം ഓൾറെഡി നല്ല ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് കാര്യമില്ല, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുക. അതുപോലെ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്സ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് എടുത്തു പറയുന്ന കാര്യമാണ് NEP 2020. ജെൻഡർ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ഫീമെയിൽസ് ബട്ട് തേർഡ് ജെൻഡർ ഓൾസോ, അവരെയും കൂടി എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക എഡ്യൂക്കേഷനിൽ. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് ഉണ്ടാക്കുക. നമുക്കറിയാം ചില റൂറൽ ഏരിയാസിൽ എഡ്യൂക്കേഷൻ വളരെ പുവർ ആയിരിക്കും. അങ്ങനെയുള്ള സോൺസിനെ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ കൂടുതൽ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ലൈറ്റ് ബട്ട് ടൈറ്റ് അപ്രോച്ച്, നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ നോംസ് ആൻഡ് റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് എ കൺകറന്റ് സബ്ജക്ട്. നമ്മൾ ബോത്ത് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും എഡ്യൂക്കേഷനിൽ അഭിപ്രായം പറയേണ്ടതുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നാണ് NEP 2020 പറയുന്നത്. ഇനി ഇംപ്ലിമെന്റേഷൻ ടൈം ലൈൻ നോക്കാം. നമുക്ക് നമ്മളെ സംബന്ധിച്ച് NEP 2020 2040 ആകുമ്പോഴത്തേക്കും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതിൽ എല്ലാ വർഷവും CAB എന്ന് പറയുന്നത്, CAB കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫേസിലും എല്ലാ വർഷത്തെ ആനുവലി അതിന്റെ ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ട് റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് NEP 2020 പറയുന്നത്. അതുപോലെ അസസ്മെന്റ് ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു 360 ഡിഗ്രി ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്ക്. റാദർ ദാൻ ഒരു എൻഡ് ടേം എക്സാം എഴുതുന്നതിന് പകരം ഒരു കൂടുതൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ വെച്ചിട്ട് അഡ്രസ് ചെയ്യുന്നു. ഇനി സ്കൂൾ എക്സാംസ് വരാൻ പോകുന്നത് ഗ്രേഡ് 3, 5 ആൻഡ് 8 എക്സാംസ് ഉണ്ടായിരിക്കും. ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും ഇനി ബോർഡ് എക്സാംസിന് ഉണ്ടാവുന്നത്. ട്വൈസ് എ ഇയർ ഉണ്ടാവും.
ചോയ്സ് ബേസ്ഡ് ആൻഡ് കോമ്പിറ്റൻസി ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും ഇനി ഉണ്ടാവുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി ബോർഡ് എക്സാംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. എന്നല്ല, കുറെ കൂടെ കോംപ്ലക്സ് ആൻഡ് എന്താണ് ക്വാളിറ്റി ഫോക്കസ്ഡ് ആയിരിക്കും. അതേസമയം യൂണിവേഴ്സിറ്റി എൻട്രൻസസ് NDA കണ്ടക്ട് ചെയ്യും. കോമൺ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സബ്ജക്ട് ടെസ്റ്റുകൾ NDA ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടീച്ചേഴ്സ് നമ്മളെപ്പോഴും സ്റ്റുഡൻസിനെ പറ്റിയിട്ട് തന്നെയാണ് എപ്പോഴും പോളിസീസിൽ പറയുന്നത്. സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, സ്റ്റുഡൻസിനെ അങ്ങനെയാക്കുക എങ്ങനെയാക്കുക. ബട്ട് സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ഫോക്കസ് വേണ്ടത് ടീച്ചേഴ്സിനാണ്. എല്ലാ ടീച്ചേഴ്സും മിനിമം 50 hours ഓഫ് ആനുവൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് NEP 2020 പറയുന്നത്. അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഷുഡ് ബി 6% ഓഫ് GDP എന്നാണ് പറയുന്നത്. നമ്മളൊരു 4.2 4.1 ആ ഒരു റേഞ്ച് നിൽക്കുന്ന GDP ആണ് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ബട്ട് 6 ആവണം എന്നാണ് NEP 2020 പറയുന്നത്. ഇതിനു മുമ്പ് വന്ന പോത്താരി കമ്മീഷനും 6% GDP കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ മറ്റൊന്നാണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് വേണമെന്ന് NEP 2020 എന്താണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താന്ന് എനിക്ക് തോന്നുന്നു വരുന്ന സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബ്രിങ് ഓൾ ഫ്രെയിംവർക്ക്സ് ടുഗെദർ, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സ്കൂൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കണം. NCFSC, അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്കിന്റെ അടിയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം ഒരു കുട്ടീനെ അസസ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ക്രെഡിറ്റ് ബേസ്ഡ് ലേണിംഗ് കൊടുക്കുക. 30 hours ഒരു ക്രെഡിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കുട്ടി എത്ര മണിക്കൂർ പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഓരോ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണോ അതിനെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ക്രെഡിറ്റിനെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിനകത്ത് രേഖപ്പെടുത്തുക എന്നുള്ളതും കൂടെ NEP 2020 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്ലെക്സിബിൾ ആൻഡ് ലൈഫ് ലോങ് ലേണിങ്ങിനെ ഫോക്കസ് ചെയ്തായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കാമെന്നും പറഞ്ഞു. സോ NEP 2020 മേജർ ഹിറ്റുകൾ എന്തൊക്കെയാണ്? സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൂഷൻ ആൻഡ് ഏർലി എഡ്യൂക്കേഷനിൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണമെന്ന് NEP 2020 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ NRF നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എംഫസിസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ. ഈ നമ്മൾ എഡ്യൂക്കേഷൻ മൾട്ടി ഡിസിപ്ലിനറി ആവാൻ പോവാണ്. ബട്ട് എന്താണ് അതിന്റെ കോൺ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് വിച്ച് ഇസ് വെരി ഗുഡ് സോ ദാറ്റ് ഇറ്റ് മേക്സ് ലേണിംഗ് ഫ്ലെക്സിബിൾ. കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് അസസ്മെന്റ്, നമ്മൾ ഇനി സബ്മേറ്റീവിൽ നിന്നും ഫോർമേറ്റീവ് അസസ്മെന്റിലേക്ക് പോവാണ്. അതുപോലെ മീഡിയം ഓഫ് ടീച്ചിങ് 5ാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ സ്വന്തം മാതൃഭാഷ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതൊക്കെ NEP 2020 സംബന്ധിച്ച് ഒരു മേജർ ഹിറ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ടൈം ലൈൻ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. 2040 ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് ചെയ്യണം, പോളിസി ഫുൾ സ്വിങ്ങിലായിരിക്കണം. അതുപോലെ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 2030 എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ITEP ഫോളോ ചെയ്യണം. ITEP ആണ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, വിച്ച് മീൻസ് നമ്മൾ BSc എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ BEd കൂടെ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇപ്പൊ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകും. എല്ലാ ടീച്ചേഴ്സിന്റെയും minimal qualification for becoming a teacher by 2023 will become the 4-year integrated teacher education program. So 2040 ആകുമ്പോഴാണ് 2040 നമ്മൾ ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ഫോർ ടുഡേ. ഐ തിങ്ക് ഞാൻ NRF പറഞ്ഞു എന്ന് തോന്നുന്നു. യെസ്, NCRF എന്ന് പറയുന്നത് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എത്ര hours ആണ് ഒരു ക്രെഡിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. മറ്റൊന്നുമില്ല, നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അത്രയും വർക്കിനെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ക്രെഡിറ്റ്സ് നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്കിൽ കാണും. അപ്പം ആർക്കെങ്കിലും നമ്മുടെ പഠനത്തെ പറ്റി സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ബാങ്കിൽ പോയി നോക്കുമ്പോൾ, നമ്മൾ ഇന്റർവ്യൂവിന് ചെന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു. ഇപ്പോൾ ഓൺലൈൻ സ്വയം കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര മണിക്കൂർ പഠിച്ചതിന്റെ ക്രെഡിറ്റ് കാണും. നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. റെഗുലർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതും കാണും. അപ്പൊ ടോട്ടൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് വരും. ആ ക്രെഡിറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇയാൾ എത്ര പഠിച്ചിട്ടുണ്ട്, ഇയാൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ. So, okay, that's it from my side. Thank you. So, stay tuned. There are more videos coming. I hope this video made some sense for you about what NEP 2020 is. ഇതിനപ്പുറത്തേക്ക് പേപ്പർ 1-ൽ ക്വസ്റ്റ്യൻ വരാൻ ഞാൻ സാധ്യത വേറെ എവിടെയും കാണുന്നില്ല. ഓൾമോസ്റ്റ് എവറിത്തിങ് ഐ ഹവ് covered.